കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. തീരദേശത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന കടൽമണൽ ഖനന പദ്ധതി കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AITUC നേതൃത്വത്തിൽ തീരദേശ ഹർത്താലിനും പാർലമെന്റ് മാർച്ചിനും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 22-ന് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ജനശൃംഖലയിൽ മുൻ മന്ത്രിമാരായ ജി സുധാകരൻ, മുല്ലക്കര രത്നാകരൻ, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, PP ചിത്രരഞ്ജൻ MLA, TT ജിസ്മോൻ തുടങ്ങിയവർ പങ്കെടുക്കും. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി T രഘുരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി VC മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള നേവിയും മറ്റ് സംവിധാനങ്ങളും കടലിൽ ആവശ്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സാധാരണ തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം വൈപ്പിനിൽ ചേരുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞങ്ങൾ സംഘടിപ്പിച്ച സെമിനാർ. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് യോജിച്ച ഒരു ക്യാമ്പയിൻ വേണം എന്നാലോചിച്ചത്. കേരളത്തിലെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി 2 തലങ്ങളിൽ 2 നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്നിച്ച് വരികയുണ്ടായി. അതിൻ്റെ ആഹ്വാനപ്രകാരമാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളും തീരദേശത്ത് പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് തീരദേശ ഹർത്താലിന് കോൾ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ LDFൻ്റെ കൺവീനർ UDFുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്തരമൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കേരള നിയമസഭ കടൽമണൽ ഖനനത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ആവശ്യം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും സ്പീക്കറെല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. നിയമസഭയുടെ ഐക്യകണ്ഠേന പ്രമേയം വന്നാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പ്രതികരണമായി വരും എന്നുള്ളതുകൊണ്ടാണ് അത്തരമൊരു പ്രമേയം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റു വിവരങ്ങളെല്ലാം മാധ്യമങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്നായി ആ വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട്. കൊല്ലം പരപ്പിലാണ് ഖനനം ആദ്യം ആരംഭിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, വർക്കല മുതൽ നമ്മുടെ അമ്പലപ്പുഴ വരെയുള്ള ഈ കൊല്ലം പരപ്പാണ് ഏഷ്യയിലെ തന്നെ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രം.